പമേല, ഇവിടെ നിന്ന് രക്ഷപ്പെട്. മമ്മയ്ക്ക് വാക്കുതാ, ഇനി ഒരിക്കലും ഈ നശിച്ച വീട്ടിലേക്ക് നീ വരരുത്. ചോര പുരണ്ട കൈകളാൽ കാറിന്റെ കീ 16 വയസ്സുകാരി പമേലയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇടറിയ സ്വരത്തിൽ അവളുടെ മമ്മ മെറ്റിൽഡ പറഞ്ഞു. മമ്മയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യും മുമ്പേ പമേല വീടിന്റെ 2ാം നിലയിലെ ബാൽക്കണിയിൽ കണ്ണുകളിൽ കോപം നിറച്ച് അവളെ നോക്കി നിൽക്കുന്ന ആ യുവതിയെ കണ്ടിരുന്നു. എവിടേക്ക് പോയാലും അവസാനം നീ ഇവിടേക്ക് തന്നെ എത്തിച്ചേരും പമേല. നിന്റെ മാത്രമല്ല, നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെയും മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഒരുത്തനെയും വെറുതെ വിടില്ല ഞാൻ, അവൾ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് പമേല കരഞ്ഞു. പമേല! വീടിനകത്തു നിന്ന് മമ്മയുടെ സ്വരം വീണ്ടും ഉയർന്നപ്പോൾ അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ആ മതിൽക്കെട്ടിന് വെളിയിലേക്ക്, കാടിനപ്പുറമുള്ള ലോകത്തേക്ക് അവൾ ധൃതിയിൽ പിന്നാലെ തന്നെ തേടി വരുന്ന ആപത്തിനെ അവഗണിച്ചുകൊണ്ട് കാർ ഓടിച്ചു. പമേല! ആ വിളി കേട്ടെന്നും അവൾ നിറവയറിൽ കൈയും വെച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ദേഹത്തു നിന്ന് മാറിയ പുതപ്പിന്റെ വിടവിലെ കുളിരേറ്റാണോ അതോ ആ സ്വപ്നമാണോ അവളെ എഴുന്നേൽപ്പിച്ചതെന്നറിയില്ല. ക്ലോക്കിലെ സമയം അപ്പോൾ 4:44 16 വർഷങ്ങൾക്ക് മുൻപ് അവൾ കേരളത്തിലെ ആ വീട്ടിൽ നിന്ന് മമ്മയുടെ നിർദ്ദേശപ്രകാരം കാറിൽ കയറി പോയ അതേ സമയം. എന്നും ഈ സമയത്ത് എന്തെങ്കിലും കാരണത്താൽ പമേല ഞെട്ടി എഴുന്നേൽക്കുന്നത് പതിവാണ്. അതിപ്പോൾ ലണ്ടനിലെ മെയ്ഫെയർ സ്ട്രീറ്റിലുള്ള അവളുടെ വീട്ടിലായാലും ശരി, കേരളത്തിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വന്നാലും ശരി. വർഷം 1944 നിന്ന് 1960 എത്തിയിട്ടും അതിന് മാത്രം മാറ്റമില്ല. അകലെയായാലും അടുത്തായാലും സ്വപ്നത്തിൽ പമേലയെ തേടി അവിടെ വന്നിരിക്കും. അവളും മേശയ്ക്ക് മുകളിലിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് പമേലയുടെ ശ്രദ്ധ നീണ്ടു. വിവാഹവേഷത്തിൽ നിൽക്കുന്ന അവളുടെയും ഭർത്താവ് ലൂക്കാസിന്റെയും ചിത്രം. ലൂക്കാസിനെ കണ്ടതും സ്നേഹത്തോടെ അവൾ ആ ചിത്രം കയ്യിലേക്കെടുത്തു. അവന്റെ മുഖത്തെ ആർദ്രമായി തലോടി. കണ്ണുകൾ മേശയ്ക്ക് മുകളിലിരിക്കുന്ന വയനാട്ടിലെ അവരുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള അവളുടെ കുടുംബചിത്രത്തിലേക്ക് പോയതും മനസ്സ് ആശങ്ക പ്രകടിപ്പിച്ചു. ബ്രിട്ടീഷ് ജനറലിന് കീഴെ ജോലി ചെയ്തിരുന്ന അവളുടെ പപ്പ പോൾസൺ വോക്കർ, മമ്മ മെറ്റിൽഡ വോക്കർ, 7 വയസ്സുകാരൻ അനിയൻ പേൾ വോക്കർ, പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി ക്യൂട്ടി, പിന്നെ അവളും 16 വയസ്സുകാരി പമേല വോക്കർ. പെട്ടെന്ന് ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയതും വിവാഹ ഫോട്ടോ മേശമേൽ തന്നെ വെച്ച് പമേല ഫോണിനരികിലേക്ക് നടന്നു. ഹലോ ഹലോ മാഡം, ഇത് ഞാനാണ്, സേവ്യർ. ഹാ സേവ്യർ, പറയ്, എന്തായി വീടിൻ്റെ കാര്യം? സേവ്യർ വയനാട്ടിലുള്ള പമേലയുടെ പപ്പയുടെ വീട് വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ബ്രോക്കറാണ്. മാഡം പറഞ്ഞ തുകയ്ക്ക് ഒരു കൂട്ടർ വീട് വാങ്ങാമെന്ന് ഏറ്റിട്ടുണ്ട്. കുറച്ച് തെക്ക് നിന്നുള്ള കൂട്ടരാ. അയാൾ പറഞ്ഞത് കേട്ട് പമേലയുടെ മുഖത്ത് ആശ്വാസം. പക്ഷേ ഉടമസ്ഥനെ നേരിട്ട് കാണാതെ അവർ വീട് വാങ്ങാൻ തയ്യാറാകുന്നില്ല. അതിനെന്താ, ഞാൻ നാട്ടിലേക്ക് വരാമല്ലോ. താൻ എനിക്ക് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തോ? ഞാൻ അന്ന് വന്നപ്പോൾ നിന്ന ഹോട്ടലില്ലേ, അത് മതി. അത് പറ്റില്ല മാഡം. അവർക്ക് മാഡം കുറച്ച് ദിവസം ആ വീട്ടിൽ വന്ന് താമസിച്ചാലേ വിശ്വാസമാകൂ. എന്ത്? പമേലയുടെ സ്വരം പരിഭ്രാന്തമായി. അതേ മാഡം, ആ വീട്ടിൽ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആരൊക്കെയോ ചേർന്ന് അവരെ വിശ്വസിപ്പിച്ചിരിക്കുക. കൂടാതെ മാഡത്തിൻ്റെ പപ്പയും അമ്മയും അനിയനും എല്ലാം അവിടെ വെച്ചല്ലേ മരിച്ചേ, അതും ദുരൂഹ സാഹചര്യത്തിൽ. അതൊക്കെ എത്ര വർഷം മുമ്പാണ് സേവ്യർ. പക്ഷെ അതിനുശേഷം ആരും അവിടെ താമസമില്ലല്ലോ. മാഡം, വളച്ചുകെട്ടില്ലാതെ കാര്യം ഞാൻ പറയാം. മാഡം പറഞ്ഞ തുകയ്ക്ക് വീട് വിറ്റ് പോകണമെങ്കിൽ കുറച്ച് ദിവസം മാഡം ഈ വീട്ടിൽ വന്ന് താമസിച്ച് ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അവരെ ബോധിപ്പിച്ചേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ സേവ്യർ, മാഡം 4 മാസം ഗർഭിണിയാണെന്നും 2 മാസം മുൻപ് ഭർത്താവ് മരിച്ചതാണെന്നും എല്ലാം ഞാൻ അവരോട് പറഞ്ഞതാ. പക്ഷെ കേൾക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വാങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അനുഭവിക്കേണ്ടത് അവരല്ലേ. മാഡം ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഇതിലും നല്ല ഡീൽ ഇനി കിട്ടില്ല. ഈ കാര്യം മാഡത്തിന് പറ്റില്ലെങ്കിൽ ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കണമെന്നില്ല, സേവ്യർ തീർത്തു പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ഫോൺ കട്ട് ചെയ്യുമ്പോൾ പമേല വളരെയധികം അസ്വസ്ഥയായിരുന്നു. ഒരു താങ്ങിനെന്നോണം മേശയിൽ പിടിച്ചവൾ കട്ടിലിലിരുന്നു. ചിന്തകൾ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആ വീടിനെക്കുറിച്ചുള്ള അവളെക്കുറിച്ചുള്ള ഓർമ്മകളും. പപ്പ, ഈ ഫോറസ്റ്റ് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. കോട പുതച്ച കാട്ടുവഴികളിലൂടെ കാർ സഞ്ചരിക്കുന്നതിനിടയിൽ പുറത്തെ കാഴ്ചകളിൽ നിന്ന് കണ്ണെടുക്കാതെ 10 വയസ്സുകാരി പമേല പറഞ്ഞു. ഫോറസ്റ്റ് അല്ല, കാട്. പമേലയുടെ അച്ഛൻ പോൾസൺ അവളെ തിരുത്തി. സോറി പപ്പ, ഈ മലയാളം എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്.
തൻ്റെ മടിയിലെ കൊട്ടയിലിരിക്കുന്ന കറുപ്പും വെളുപ്പും നിറമുള്ള പൂച്ചക്കുട്ടി ക്യൂട്ടിയെ തലോടിക്കൊണ്ട് പമേല തല താഴ്ത്തി. എനിക്ക് മനസ്സിലായി മോളൂ, പക്ഷെ നമ്മൾ ഇനി ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പഠിച്ചേ തീരൂ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് പപ്പ. പമേല ആ പറഞ്ഞത് കേട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്ന മെറ്റിൽഡ അവളെ നോക്കി ചിരിച്ചു. പോളിന്റെ ശ്രദ്ധ അപ്പോഴും മുന്നിലെ റോഡിലേക്കായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച പുതിയ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന പോൾസൺ വോക്കർ. മൂന്നാറിലെ പോലെ ടീ കോഫി പ്ലാന്റേഷൻസ് വയനാട്ടിൽ തുടങ്ങി അതുവഴി തങ്ങൾക്ക് കൂടുതൽ കച്ചവട സാധ്യതകൾ തുറന്നിടണമെന്ന ബ്രിട്ടീഷ് ജനറലിന്റെ നിർദ്ദേശാനുസരണമാണ് വയനാട്ടിലേക്ക് അയാൾ വരുന്നത്. ലോക വാണിജ്യ മേഖലയിൽ നിന്ന് ചൈനയെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് ബ്രിട്ടൻ തുടക്കമിടുന്നത്. പച്ചവനം എന്ന് മലയാളത്തിലും കന്നഡയിലും ബോർഡിൽ എഴുതിയ പ്രദേശത്തെത്തിയതും പോൾ കാർ നിർത്തി. അവിടെ അവരെ കാത്തെന്ന പോലെ ഒരു യുവതിയും അവളുടെ 8 വയസ്സുകാരി മകളും നിൽപ്പുണ്ടായിരുന്നു. പോൾ അവരോട് കാറിൽ കയറാൻ കൽപ്പിച്ചു. പമേല ഇരിപ്പുണ്ടായ പിൻ സീറ്റിൽ ആ യുവതിയും മകളും കയറിയിരുന്നു. മെറ്റിൽഡ, ഇതാണ് അലമേലു. നിനക്ക് അവിടെ വേണ്ട സഹായമെല്ലാം ഇവർ ചെയ്തു തരും. പോൾസൺ പറഞ്ഞത് കേട്ട് മെറ്റിൽഡ അലമേലുവിനെ നോക്കി. മാഡത്തിന് ഇതിപ്പോൾ എത്രാമത്തെ മാസം? കറ പിടിച്ച പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് അലമേലു ചോദിച്ചു. 5. മാഡം പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഇത് മോളാണോ? അലമേലു പമേലയെ നോക്കി ചോദിച്ചു. മെറ്റിൽഡ അതേ എന്ന തലയാട്ടി. അപ്പോഴേക്കും പമേല അലമേലുവിൻ്റെ മകളുമായി കൂട്ടായിരുന്നു. അവർ ഇരുപേരും പമേലയുടെ മടിയിലിരിക്കുന്ന ക്യൂട്ടിയെ കളിപ്പിക്കുകയായിരുന്നു. എന്താ മോളുടെ പേര്? മെറ്റിൽഡ പമേലയ്ക്കരികിലിരിക്കുന്ന കരിമ്പിനടിച്ച വെളുത്ത പെറ്റിക്കോട്ട് മാത്രം ധരിച്ച് ഇരിക്കുന്ന അവളെ നോക്കി. അരുവി. ചോദ്യത്തിന് മുമ്പേ ഉത്തരമെത്തി. മോളുടെ പേരെന്താ? അലമേലു പമേലയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. പമേല. നല്ല പേരാണല്ലോ, അലമേലു അഭിപ്രായപ്പെട്ടു. കാടിന് നടുക്കുള്ള ഗ്രാമത്തിലെത്തിയതും പോൾസൺ കാറിന്റെ വേഗത കുറച്ചു. എത്താറായി സാറേ, ഇവിടെ നിന്ന് ഇനി കുറച്ചു ദൂരമേ ഉള്ളൂ. അലമേലു പറയുന്ന വഴികളിലൂടെ പോൾസൺ കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു. പമേലയാകട്ടെ റോഡിന് ഇരുവശത്തും വളർന്നു നിൽക്കുന്ന പാടശേഖരത്തിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കുകയാണ്. തോടും കുളവും പുഴയും എല്ലാം അവളെ കടന്നുപോയി. ആദ്യമായി ഇത്തരം കാഴ്ചകൾ കാണുന്ന കൗതുകത്തിൽ പമേല എല്ലാ ദൃശ്യങ്ങളും തൻ്റെ കുഞ്ഞിക്കണ്ണിൽ ഒപ്പിയെടുത്തു. കുളം കടന്ന് കാർ മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം ആളുകൾ എതിരെ വന്നു. ചെണ്ട, ഇലത്താളം, ചേങ്കില തുടങ്ങിയ വാദ്യങ്ങൾ വായിച്ചുകൊണ്ടാണ് അവരുടെ വരവ്. ആ ആൾക്കൂട്ടത്തിനിടയിൽ മേലാകെ പച്ച നിറം പൂശി ചുവന്ന സാരി ഉടുത്ത് നീളൻ മുടി അഴിച്ചിട്ട് നെറ്റിയിൽ വട്ടത്തിൽ ചുവന്ന പൊട്ടുകുത്തി കണ്ണിൽ കറുകറുത്ത അഞ്ജനമെഴുതിയ കഴുത്തിൽ ചെമ്പരത്തിമാല അണിഞ്ഞ സ്ത്രീ വേഷം കെട്ടിയ ഒരു പുരുഷനുമുണ്ടായിരുന്നു. അതിനെ കണ്ടതും പമേല പേടിച്ച് സീറ്റിൽ ചാരിയിരുന്നു. പപ്പ, വേഗം വണ്ടി വിട്, എനിക്ക് പേടിയാവുന്നു. കരച്ചിലിൻ്റെ വക്കോളം എത്തി അവളെ അലമേലു ആശ്വസിപ്പിക്കാൻ തുടങ്ങി. മോള് പേടിക്കണ്ട കേട്ടോ, അത് ദേവിയാ, പച്ചയമ്മ. ഇന്ന് ദേവി താമസിക്കുന്ന കാവിൽ ഉത്സവമാണ്. അതിൻ്റെ ആഘോഷമാണിതെല്ലാം. ദേവി നമ്മളെ ഒന്നും ചെയ്യില്ല കേട്ടോ. അലമേലു അങ്ങനെ പറഞ്ഞിട്ടും പമേലയുടെ മുഖത്ത് ഭയം തന്നെ. കാർ പിന്നെയും മുന്നോട്ടേക്ക് പോയി. കുരുത്തോലകൾ കെട്ടിയ ഒരു കാവ് കടന്ന് തൊട്ടപ്പുറത്തെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കാർ പ്രവേശിച്ചു. ആ മതിൽക്കെട്ടിനുള്ളിലെ 2 നില വീടിന് മുമ്പിൽ കാർ നിർത്തി. പോൾസൺ കാറിൽ നിന്നിറങ്ങി. മെറ്റിൽഡയ്ക്കും പമേലയ്ക്കുമായി മുന്നിലെയും പിന്നിലെയും കാറിന്റെ ഡോറുകൾ തുറന്നു കൊടുത്തു. ഡോർ തുറന്നതും ക്യൂട്ടി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടി. അപ്പോഴേക്കും എതിർവശത്തെ കാറിന്റെ ഡോർ തുറന്ന് അലമേലു അരുവിയെയും കൊണ്ട് വീടിന് പിന്നാമ്പുറത്തേക്കും പോയിരുന്നു. പമേല, ഇതാണിനി നമ്മുടെ വീട്. വീടിന്റെ ടെറസിൽ നിന്ന് താഴേക്ക് വീണ് കിടക്കുന്ന പച്ചിലച്ചാർത്തുകൾക്കിടയിൽ കാടേതാ വീടേതാ എന്നറിയാതെ നിൽക്കുന്ന ആ വീടിനെ കണ്ടതും പമേലയുടെ മുഖത്ത് അത്ഭുതം കൂറി. ഹായ്, ഗ്രീൻ ഹൗ. പറഞ്ഞത് പൂർത്തിയാക്കാതെ നാവ് കടിച്ചുകൊണ്ട് പമേല കണ്ണു വെട്ടിച്ച് തൻ്റെ പപ്പയെ നോക്കി. പച്ച വീട്. അവൾ ചിരിച്ചുകൊണ്ട് തിരുത്തി പറഞ്ഞു. അത് കേട്ട് പോളിന്റെ മുഖം വിടർന്നു. അയാൾ പമേലയെ എടുത്ത് മെറ്റിൽഡയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെ നിന്നോ മീൻ കഷ്ണവുമായി വന്ന ക്യൂട്ടിക്കൊപ്പം ആ വീട്ടിലേക്ക്, പമേലയുടെ പച്ച വീട്ടിലേക്ക് കയറി. ആ സമയം തൊട്ടപ്പുറത്തെ കാവിൽ ദേവിയുടെ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ദേവി തുണ, അമ്മേ തുണ, ഈ കാടിന് നീ തന്നെ തുണ, പച്ചയമ്മേ. പച്ചയമ്മയുടെ കഥ കേൾക്കണോ പമേലക്കുട്ടിക്ക്? പച്ചവനത്തിലേക്ക് വന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് അല്പം പൊളിഞ്ഞു പോയ മതിലിൻ്റെ വിടവിലൂടെ
കാവിലേക്ക് എത്തി നോക്കുന്നുണ്ടായ പമേലയോടായി അലമേലു ചോദിച്ചു. അവിടെ എന്താ? പമേല കാവിലേക്ക് കൈ ചൂണ്ടി. അതാണ് ചെമ്പരത്തിക്കാവ്. അവിടെയാണ് പച്ചയമ്മ താമസിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഉത്സവമാണ്, പച്ചയമ്മയുടെ ഉത്സവം. അങ്ങനെ പറഞ്ഞാൽ? അലമേലു പറഞ്ഞതൊന്നും മനസ്സിലാകാതെ പമേല തലചൊറിഞ്ഞു. മോള് വാ, ഞാൻ എല്ലാം വ്യക്തമായി പറഞ്ഞു തരാം. പച്ചയമ്മയുടെ കഥ കേൾക്കാൻ പമേലയ്ക്കൊപ്പം അരുവിയും കൂടി. അടുക്കളയിലെ പാചകം തകൃതിയായി ചെയ്യുന്നതിനിടയിൽ അലമേലു കഥ പറയാൻ തുടങ്ങി. പച്ചയമ്മയുടെ കഥ. ഈ കാടിനപ്പുറം കബനി നദി കടന്നാൽ ഒരു മലയുണ്ട്, ഭഗവതി മല. വള്ളുവൻ കോട്ടയിലെ ഭഗവതി വാഴുന്നത് അവിടെയാണ്. ഭഗവതിക്ക് 3 മക്കളാണ്, 2 ആണും 1 പെണ്ണും. ഭഗവതിയുടെ മകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയെപ്പോലെ തന്നെ വാശിക്കാരിയാണ്. പച്ച, അതാണ് അവളുടെ പേര്. അവൾക്ക് ഈ ബഹളമൊന്നും ഇഷ്ടമല്ല, ശാന്തപ്രിയയാണ്. എന്നാൽ ഭഗവതി മലയിൽ നിറയെ ചീവീടുകളാണ്. ഒരിക്കൽ ശല്യം സഹിക്കാതെ പച്ച ചീവീടുകളെയെല്ലാം കൊല്ലാൻ പോയി. എന്നാൽ ഭഗവതി അതിന് സമ്മതിക്കുമോ? മലയിലെ എല്ലാ ജീവനും കാക്കുന്ന ഭഗവതി സ്വന്തം മകളോട് ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു. മകളായതുകൊണ്ട് മാത്രം അവളെ ഭഗവതി കൊല്ലാതെ വിട്ടു. അമ്മ ഉപേക്ഷിച്ച മകൾ കൂര തേടി അലഞ്ഞു. ഒരു കാടും പച്ചയ്ക്ക് അഭയം നൽകിയില്ല. ഒടുവിൽ അവൾ ഇവിടെ എത്തി. ചെമ്പരത്തിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാവും പരിസരവും അവൾക്കിഷ്ടമായി. കാവ് അവളെ സ്വീകരിച്ചു. ഇവിടെ തന്നെ തങ്ങാൻ പച്ച തീരുമാനിച്ചു. പച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഇടത്ത് അവൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. അതോടെ ഇവിടെയുള്ളവർക്കെല്ലാം അവൾ ദേവിയായി, അമ്മയായി, പച്ചയമ്മ. ഏറ്റവും ഒടുവിൽ ഈ കാട് തന്നെ അവളുടെ പേരിലായി, പച്ചവനം. എന്നാൽ ഭഗവതി, മലയിലെ ഭഗവതിയാകട്ടെ, അന്നത്തെ ദേശത്തിന് പച്ചയെ ഇറക്കി വിട്ടെങ്കിലും പിന്നീട് അവളെ കാണാതെ വയ്യുന്ന അവസ്ഥയിലായി. സ്വന്തം മകളല്ലേ, എങ്ങനെ കാണാതിരിക്കാനാകും? പച്ചയെ കണ്ടെത്താൻ ഭഗവതി തൻ്റെ 2 ആൺമക്കളെയും പറഞ്ഞു വിട്ടു. കാടായ കാടെല്ലാം അലഞ്ഞൊടുവിൽ ചെമ്പരത്തിക്കാവിൽ വെച്ച് അവർ പച്ചയെ കണ്ടെത്തിയെങ്കിലും അവർക്കൊപ്പം പോകാൻ പച്ച തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഭഗവതി തന്നെ നേരിട്ട് വന്നു. അമ്മയെ തിരസ്കരിക്കാൻ മകൾക്ക് കഴിയുമോ? പക്ഷേ ഈ കാടിൻ്റെ അമ്മയാണ് അവളിപ്പോൾ. അവളെ വിശ്വസിച്ച് ജീവിക്കുന്നവരെ അവൾ ഉപേക്ഷിക്കുന്നതെങ്ങനെ? അങ്ങനെ ഒടുവിൽ അവൾ ഒരു ഉപായം കണ്ടെത്തി. എല്ലാ വർഷവും ഒരു 7 ദിവസം അമ്മയ്ക്കൊപ്പം വന്ന് അവൾ നിൽക്കാം. പച്ചയമ്മ ഭഗവതി മലയിൽ തൻ്റെ അമ്മയെ കാണാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. 3 ദിവസം മുമ്പേ ഉത്സവം തുടങ്ങും. 1-ാം നാൾ ഭഗവതി കാവിൽ നിന്ന് ഭഗവതിയും 2 ആൺമക്കളും പച്ചയമ്മയെ വിളിക്കാൻ വരുന്ന ദിനമാണ്. ഇന്നേക്ക് 3-ാം നാൾ വരാമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത് ദേവി അവരെ മടക്കി അയക്കും. 2-ാം നാൾ ഈ കാടാകെ ചുറ്റി ദേവി എല്ലാവരോടും യാത്ര പറയും. ആ യാത്ര പറച്ചിലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 3-ാം നാൾ, അതായത് ഇന്ന് രാത്രി വെള്ളാട്ടിന് ശേഷം ദേവി ഭഗവതി മലയിലേക്ക് പോകും. പിന്നെ 7 ദിവസം അവിടെയായിരിക്കും. ചെമ്പരത്തിക്കാവിന് മുമ്പിൽ ഒറ്റ തിരിയിട്ട് കത്തിക്കാതെ ഒരു വിളക്ക് വയ്ക്കും. 7-ാം നാൾ ദേവി മടങ്ങി വന്നു കഴിഞ്ഞാൽ ദീപം സ്വയം പ്രകാശിക്കുമത്രേ. ദേവി വന്നാൽ അടുത്ത ദിവസം ഇവിടെ ആഘോഷമാണ്. അന്നാണ് ശരിക്കുമുള്ള ഉത്സവം. അലമേലു പറഞ്ഞു നിർത്തി. പമേല മുത്തശ്ശിക്കഥ കേൾക്കുന്ന ലാഘവത്തിൽ എല്ലാം അവിടെ ഇരുന്ന് കേട്ടു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ മമ്മയുടെ മുറിയിലേക്ക് ഓടി. ആ സമയം അരുവിയാകട്ടെ മതിലിൻ്റെ വിടവിലൂടെ പനയോല കെട്ടി ദേവി വേഷത്തിൽ ഇന്നത്തെ രാത്രി ആടാനായി ഒരുങ്ങുന്ന വെള്ളാട്ടുകോലത്തെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. രാവിലെ എഴുന്നേറ്റത് മുതൽ വല്ലാത്ത ആലോചനയിലായിരുന്നു പമേല. സേവ്യർ പറഞ്ഞതിന് എന്ത് മറുപടി പറയണമെന്നോർത്ത് അവൾക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവസാനത്തെ പിടിവള്ളിയാണ്. ഒത്തിരി കടങ്ങൾ മാത്രം ബാക്കിയായാണ് ലൂക്കാസ് അവളെ വിട്ടുപോയത്. ആത്മഹത്യയായിരുന്നു. ബിസിനസ് പൊളിഞ്ഞ് എല്ലാം തകർന്ന അവസ്ഥയിലായിരുന്നു അവനെന്ന് അവൻ ആത്മഹത്യ ചെയ്തപ്പോഴാണ് പമേല അറിയുന്നത് പോലും. ലൂക്കാസ് ആത്മഹത്യ ചെയ്തതും കടക്കാരെല്ലാം പമേലയെ വിളിക്കാൻ തുടങ്ങി. അവളുടെ പക്കൽ എന്തുണ്ട്? പപ്പയും അമ്മയും പോയ ശേഷം ലണ്ടനിലെ ഓർഫനേജിലാണ് അവൾ വളർന്നതും പഠിച്ചതുമെല്ലാം. അവിടെ വെച്ചാണ് ലൂക്കാസിനെ അവൾ കണ്ടുമുട്ടിയത്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് നൽകിയവൻ ഒരു കയറിൽ തൂങ്ങിക്കൊണ്ട് അവളെ ഉപേക്ഷിച്ചു പോയി. അവനെപ്പോലെ എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ പമേലയ്ക്ക് കഴിയില്ലായിരുന്നു. സ്വന്തമെന്ന് പറയാനുള്ളത് കേരളത്തിലെ ആ വീട് മാത്രമാണ്. ഒടുവിൽ അതുതന്നെ വിൽക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷെ അതിനുവേണ്ടി അവിടെ പോയി കുറച്ച് ദിവസങ്ങൾ നിൽക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അവിടെ അവളെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ജീവിക്കണം, പണത്തിന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താം. പക്ഷേ എന്തു വഴി? മെയ്ഫെയർ റോയൽ മെയിൽ പോസ്റ്റ് ഓഫീസിൽ പമേലയ്ക്കൊരു ജോലിയുണ്ട്. എന്നാൽ ഇന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാനുള്ളതുകൊണ്ട് അവൾ ലീവ് എടുത്തിരിക്കുകയായിരുന്നു.
നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത പ്രകാരം ഉച്ചയോടെ പമേല ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഡോക്ടർ വയറിന് മുകളിൽ ട്രാൻസ്ഡ്യൂസർ വെച്ച് സോണോഗ്രാം സ്ക്രീനിൽ കുഞ്ഞിൻ്റെ ചിത്രം കാണിച്ചു തന്നപ്പോൾ അറിയാതെ പമേലയുടെ കണ്ണുകൾ നിറഞ്ഞു. ലൂക്കാസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ഓർത്തു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവൻ ആത്മഹത്യ ചെയ്തതോർത്തപ്പോൾ അവളുടെ ഉള്ളം നീറി. ഇങ്ങനെ തനിച്ചാക്കി പോകേണ്ടിയിരുന്നില്ല. മാഡം ലൂക്കാസിൻ്റെ വൈഫല്ലേ? ഹോസ്പിറ്റലിൽ തന്നെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പതിവ് വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് ആ ചോദ്യം കേട്ടത്. മരുന്ന് ബാഗിലിട്ടുകൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു. അതെ എന്ന് മറുപടി പറഞ്ഞു. നിങ്ങൾക്കൊന്നും നാണമില്ലേ? എത്ര തവണ ഫോൺ വിളിച്ചു? പൈസ വാങ്ങിയാൽ തിരിച്ചു തരാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും എടുക്കാനുള്ള മര്യാദ കാണിച്ചുകൂടെ? അവൾ ലൂക്കാസിൻ്റെ ഭാര്യയാണെന്നറിഞ്ഞതും അയാളുടെ സ്വരം ഉയർന്നു. നിങ്ങളൊന്ന് സമാധാനമായിരിക്കെ, പൈസ ഞാൻ തരാം. ചുറ്റുമുള്ളവർ അയാളുടെ സംസാരം കേട്ട് അവരെ ശ്രദ്ധിക്കുന്നത് കണ്ട് പമേല വല്ലാതെയായി. എങ്ങനെ തരുമെന്നാ? സ്വന്തമായി വീട് പോലുമില്ല. ചോദിക്കാനാണെങ്കിൽ രണ്ടിനും ബന്ധുക്കളുമില്ല. എല്ലാം അന്വേഷിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങളുടെ ഭർത്താവ്, അവനെ വിശ്വസിച്ചാണ് ഞാൻ പൈസ തന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു പണി കാണിക്കുമെന്ന് ആര് കണ്ടു? അയാൾ നിർത്തുന്ന ലക്ഷണമില്ല. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അടുത്ത മാസം തന്നെ നിങ്ങളുടെ പൈസ ഞാൻ തന്നു തീർക്കാം. എന്താ മാഡം പ്രശ്നം? പമേല സംസാരിക്കുന്നതിനിടയിൽ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി അങ്ങോട്ട് വന്നു. ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്, താൻ അറിയേണ്ട ആവശ്യമില്ല. അയാൾ സെക്യൂരിറ്റിയോടും കയർക്കാൻ തുടങ്ങിയതോടെ പമേല രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. നോക്ക്, നിങ്ങളുടെ പൈസ ഞാൻ ഉടനെ തരാം. തൽക്കാലം അതുവരെ എൻ്റെ കാർ താൻ എടുത്തോ. ബാഗിൽ നിന്ന് കാറിൻ്റെ കീ എടുത്ത് പമേല അയാൾക്ക് നൽകി. അതോടെ അയാൾ അടങ്ങി. ഇത് പലിശയ്ക്ക് പോലും തികയില്ലല്ലോ മാഡം. എന്തായാലും അടുത്ത മാസം മുഴുവൻ തുകയും എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ പറഞ്ഞത് മുഴുമിപ്പിക്കാതെ അയാൾ പമേലയെ അടിമുടിയെന്ന് നോക്കി. അവൾ ഒരു ഗർഭിണിയാണെന്ന് പോലും വകവയ്ക്കാതെയുള്ള ആ നോട്ടത്തിൽ അവൾ ശരിക്കും വിരണ്ടു. ടാക്സിയിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ പമേല കയറുകയായിരുന്നു. എൻ്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ അവൾ കൊതിച്ചുപോയി. കേരളത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ച ആ നശിച്ച നിമിഷത്തെ ഓർത്ത് സ്വയം ശപിച്ചു. വീട്ടിലെത്തിയപ്പോഴാണ് ടാക്സിക്ക് കൊടുക്കാൻ പോലും തൻ്റെ കയ്യിൽ പണമില്ലെന്ന സത്യം അവൾ ഓർത്തത്. ഞാനിപ്പോൾ വരാം, ഒരു മിനിറ്റ്. ടാക്സിക്കാരനോട് അങ്ങനെ പറഞ്ഞ് അവരുടെ വീടിന് താഴത്തെ നിലയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന റേച്ചൽ ആൻറ്റിയുടെ അടുത്തേക്ക് അവൾ ഓടി. അവരുടെ കയ്യിൽ നിന്ന് 5 പൗണ്ട് വാങ്ങി അവൾ ടാക്സിക്കാരന് കൊടുത്തു. പമേല, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ 20 പൗണ്ട് നീ തന്നിട്ടില്ല കേട്ടോ. ടാക്സിക്കാരന് പൈസ കൊടുത്ത് തിരിഞ്ഞതും ഷോപ്പിന് മുമ്പിൽ അവളെ നോക്കി നിൽപ്പുണ്ടായിരുന്ന റേച്ചൽ ആൻറ്റി ഉറക്കെ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് ആൻറ്റി, ഞാൻ തരാം. അവരോടത് പറയുമ്പോൾ പമേലയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്നവരോട് തന്നെക്കുറിച്ച് എന്തോ പറഞ്ഞ് റേച്ചൽ കളിയാക്കി ചിരിക്കുന്നത് പമേല കേട്ടിരുന്നു. ഇപ്പോൾ ഈ കുത്തുവാക്കെല്ലാം അവൾക്ക് പതിവാണ്. ഓഫീസിൽ പോയാലും അവളത് കേൾക്കുന്നതാണ്. കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൾ മുകളിലേക്ക് നടന്നു. ആരോടും മറുത്തൊന്നും പറയാൻ കഴിയാതെ സ്വയം അപമാനിതയാകേണ്ടി വരുന്ന അവസ്ഥ ഭയാനകമാണ്. വീടിൻ്റെ വാതിൽ തുറന്നതും തുടരെ തുടരെ മുഴങ്ങുന്ന ലാൻഡ് ഫോൺ ശബ്ദമാണ് അവൾ കേട്ടത്. ദീർഘനിശ്വാസമെടുത്ത് അവൾ ആ ഫോൺ എടുത്തതും കാതിലേക്ക് തുളച്ചു കയറിയത് അസഭ്യ വാക്കുകളാണ്. ഒപ്പം പൈസ തരാൻ പറഞ്ഞുള്ള ഭീഷണികളും. എടുത്തതിലും വേഗത്തിൽ പമേല ഫോൺ നിർത്തി. പിന്നെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ മേശയ്ക്ക് മുകളിലിരിക്കുന്ന അവളുടെയും ലൂക്കാസിൻ്റെയും വിവാഹ ഫോട്ടോ എടുത്ത് അവൾ നിലത്തേക്കെറിഞ്ഞു. അത് പല കഷ്ണങ്ങളായി ഉടഞ്ഞു. അതിനരികിലിരുന്ന് കുറച്ചു നേരം എന്തോ ചിന്തിച്ച ശേഷം അവൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ എഴുന്നേറ്റ് ലാൻഡ് ഫോണിന് അരികിലേക്ക് നടന്നു. സേവ്യറിന് നമ്പർ ഡയൽ ചെയ്തു. ഹലോ മാഡം. ഹലോ സേവ്യർ. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ അവൾ തുടർന്നു പറഞ്ഞു. എല്ലാ ഏർപ്പാടുകളും ചെയ്തോളൂ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക്, പച്ചവനത്തിലുള്ള എൻ്റെ ആ പച്ച വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവൾക്ക് അവസാനത്തെ വഴി അതാണിപ്പോൾ മുമ്പിലുള്ളത്. പക്ഷേ ആ യാത്രയിൽ അവളെ കാത്തിരിക്കുന്നത് അതിലും അപകടം നിറഞ്ഞ ചിലതാണ്. പമേല കേരളത്തിലേക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. രാത്രിയാണ് ഫ്ലൈറ്റ്. പുറത്ത് അവൾക്ക് പോകാനുള്ള ടാക്സി വന്ന് കിടപ്പുണ്ട്. എയർപോർട്ടിലേക്ക് പോകും മുമ്പ് അവൾക്ക് ഓർഫനേജിലും കൂടി പോകേണ്ടതുണ്ട്. റേച്ചലിന് വീടിൻ്റെ താക്കോൽ കൊടുത്ത് അവൾ ഇറങ്ങി. നേരെ ഓർഫനേജിലേക്ക് ടാക്സിയിൽ കയറി യാത്രയായി. 26-ാം വയസ്സിലായിരുന്നു പമേലയുടെ വിവാഹം. അതുവരെയുള്ള 10 വർഷക്കാലം അവൾ ആ ഓർഫനേജിലാണ് ജീവിച്ചത്. പമേലയേക്കാൾ 3 വയസ്സിന് ചെറുപ്പമാണ് ലൂക്കാസ്.
അവളെ വിവാഹം കഴിക്കുമ്പോൾ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു അവൻ. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ ശേഷമാണ് സ്വന്തമായി കോഫി ഷോപ്പ് വേണമെന്ന മോഹം അവനുള്ളിൽ ഉദിക്കുന്നത്. അതിന് കാരണം കോഫി ഷോപ്പിൽ അവനൊപ്പം ജോലി ചെയ്തിരുന്ന അവൻ്റെ ചങ്ങാതി തന്നെ. പാർട്ട്ണർഷിപ്പിലായിരുന്നു അവർ കോഫി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചത്. ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു ഷോപ്പും അവർ കണ്ടെത്തി. എന്നാൽ ആ ഷോപ്പ് വാങ്ങാനും അതിനുശേഷമുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കുമായി പലരിൽ നിന്നും കടം വാങ്ങിയ പണവുമായി ചങ്ങാതി കടന്നു കളയുകയായിരുന്നു. ഏകദേശം 10,000 പൗണ്ട്. അതുകൂടാതെ ലൂക്കാസ് ചൂത് കളിച്ചു കളഞ്ഞ പണത്തിൻ്റെ കണക്ക് വേറെ. ഓർഫനേജിൽ പമേല വരുന്നതും കാത്ത് അവിടുത്തെ മദർ നിൽപ്പുണ്ടായിരുന്നു. മദറിനൊപ്പം ചെറുപ്പക്കാരിയായ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. പമേലയെ കണ്ടതും ആ സിസ്റ്റർ ഓടി വന്ന് അവളെ വാരിപ്പുണർന്നു. ഡെല്ല, പമേല അവളെ വിളിച്ചു. ഡെല്ല പമേലയ്ക്കൊപ്പം അനാഥാലയത്തിൽ വളർന്നതാണ്. ലൂക്കാസിനെ പോലെ അവിടെ വെച്ച് അവൾക്ക് ലഭിച്ച പ്രിയ ചങ്ങാതി. അപ്പോൾ നീ കേരളത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചുവല്ലേ പമേല? ഡെല്ലയുടെ ചോദ്യത്തിന് പമേല അതേ എന്ന് തലയാട്ടി. അനാഥാലയത്തിലുള്ള ഡെല്ലയുടെ മുറിയിലായിരുന്നു അവർ അപ്പോൾ. നീ എന്താ കേരളത്തിൽ അങ്ങനെ ഒരു വീടുള്ള കാര്യം ലൂക്കാസിനോട് പറയാതിരുന്നത്? ഡെല്ലയ്ക്ക് സംശയം. അതൊരു ശാപം പിടിച്ച വീടാണ്. അങ്ങനെ ഒരു വീടുള്ള കാര്യം അവൻ അറിയാതിരിക്കുന്നതാ നല്ലതെന്ന് തോന്നി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷമാണ് ഡെല്ലയുടെ ചോദ്യത്തിന് പമേല മറുപടി പറഞ്ഞത്. 10-15 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരുവനോട് അങ്ങനെ ഒരു രഹസ്യം മറച്ചു വെക്കണമായിരുന്നോ പമേല? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? 10-15 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ ഇത്രയും വലിയ ബാധ്യതയുടെ കണക്കുകൾ എന്നോട് മറച്ചു വെച്ച് ഒടുവിലൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടിയത് പ്രശ്നമല്ലേ? പമേലയും വിട്ടുകൊടുത്തില്ല. തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഒരു പക്ഷേ ആ വീടിൻ്റെ കാര്യം ലൂക്കാസിന് അറിയാമായിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. മുന്നിലൊരു വഴിയുമില്ലെന്ന് കണ്ട അവൻ എല്ലാം അവസാനിപ്പിച്ചത്. അതിന് മറുപടി പറയാതെ പമേല അവിടെ നിന്ന് എഴുന്നേറ്റു. ജനാലയ്ക്കരികിൽ പോയി നിന്ന് പുറത്തേക്ക് കണ്ണു മിഴിച്ചു. ലൂക്കാസിനോട് പച്ച വീടിനെക്കുറിച്ച് പറയാതിരിക്കാൻ പമേലയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഡെല്ലയോട് ആ കാരണങ്ങൾ വ്യക്തമാക്കാൻ പമേല ആഗ്രഹിച്ചില്ല. എല്ലാം പറയാൻ തുടങ്ങിയാൽ മറുതലയ്ക്കൽ നിന്ന് ചോദ്യങ്ങളും ഉയരും. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അപകടം നിറഞ്ഞ രഹസ്യങ്ങളാണ്. അവളിൽ മാത്രം ഒതുങ്ങേണ്ട രഹസ്യങ്ങൾ. അപ്പോഴേക്കും മദറും വന്നു. കുറച്ചുനേരം മദറിനോട് സംസാരിച്ച ശേഷം പമേല ഫാദറിനെ കാണാനായി പള്ളിയിലേക്ക് നടന്നു. ഇവിടെ നിന്ന് പോകും മുമ്പ് അവൾക്കൊന്ന് കുമ്പസാരിക്കണമായിരുന്നു. ഇനിയൊരു തിരിച്ചുവരവ് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് വർഷങ്ങളായി ഒരു കുമ്പസാരക്കൂട്ടിലും തുറന്നു പറയാത്ത രഹസ്യങ്ങൾ അവൾക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് ഏറ്റുപറയണമായിരുന്നു. ഫാദർ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. തിരുവസ്ത്രമണിഞ്ഞ അൾത്താരയുടെ അറ്റത്തുള്ള കുമ്പസാരക്കൂട്ടിലേക്ക് ഫാദർ കയറിയിരുന്നു. പമേല തൻ്റെ മനസ്സിലുള്ളതെല്ലാം അദ്ദേഹത്തോടായി പറയാൻ തുടങ്ങി. ഫാദർ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ഒരാളെ കൊന്നിട്ടുണ്ട്. എല്ലാം ഫാദറിനോട് തുറന്നു പറഞ്ഞപ്പോൾ പമേലയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. മനസ്സിലെ ഭാരം ഒഴിഞ്ഞതുപോലെ. ആപത്തിലേക്കാണ് കുഞ്ഞെ നീ പോകുന്നത്. അവളുടെ എല്ലാ കഥകളും അറിഞ്ഞുകൊണ്ട് ഫാദർ പറഞ്ഞു. പോകുന്നത് മരണത്തിലേക്കാണെന്ന് അറിയാം ഫാദർ. പക്ഷെ ഇതല്ലാതെ മറ്റൊരു വഴി എൻ്റെ പക്കലില്ല. പമേല എല്ലാം ഉറപ്പിച്ച മട്ടായിരുന്നു. ഒരു നിമിഷം. കർത്താവിൻ്റെ തിരുരൂപത്തിന് കീഴിയായി വെച്ചിരുന്ന കൊന്തയെടുത്ത് ഫാദർ അവൾക്ക് നൽകി. ഭയപ്പെടേണ്ട, അവൻ നിന്റെ കൂടെ ഉണ്ടാകും. ഫാദർ പറഞ്ഞത് കേട്ട് പമേലയ്ക്ക് ചിരിയാണ് വന്നത്. എൻ്റെ കൂടെയുള്ളത് എന്താണെന്ന് ഫാദറിന് അറിയില്ല. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, കർത്താവിനും. ആ കൊന്ത കഴുത്തിലിട്ടുകൊണ്ട് പമേല പറഞ്ഞു. വിശ്വാസം കൈവിടരുത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണവൻ. ഫാദർ പിന്നെയും അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ടേയിരുന്നു. പമേലയാകട്ടെ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ തിരുരൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. പമേല വരുന്നതുകൊണ്ട് അവളുടെ നിർദ്ദേശപ്രകാരം സേവ്യർ വീട് വൃത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. വീട് നോക്കാനായി ആളുകൾ വരുന്നതുകൊണ്ട് മുമ്പ് തന്നെ വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയതായിരുന്നു. പക്ഷേ പൊളിക്കാനായാണ് എല്ലാവരും ആ വീട് വാങ്ങാൻ വരുന്നത്. അതുകൊണ്ട് വീടിൻ്റെ അകം വൃത്തിയാക്കിയിരുന്നില്ല. അവിടം പൊടി പിടിച്ചു കിടക്കുകയാണ്. തൽക്കാലം താഴത്തെ നില മാത്രം വൃത്തിയാക്കാനാണ് നിർദ്ദേശം. അതുപ്രകാരം 2 ജോലിക്കാർ അവിടം വൃത്തിയാക്കുകയാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സേവ്യരും ഒപ്പം തന്നെയുണ്ട്. ഇന്നത്തോടെ പണിയെല്ലാം തീർക്കണം. നാളെ രാവിലെ മാഡം ഇവിടെ എത്തും. ഒരു കുറവും ഉണ്ടാകരുത്. സേവ്യർ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. 30 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് സേവ്യർ. വയനാട് കൽപ്പറ്റ സ്വദേശി. നാട് ചുറ്റലും ഭൂമി കച്ചവടവുമാണ് അവൻ്റെ പ്രധാന ജോലി.
വയനാട്ടിൽ തന്നെയുള്ള ഒരു ബ്രിട്ടീഷ് എസ്റ്റേറ്റ് അവനാണ് കച്ചവടം ഉറപ്പിച്ച് വിറ്റത്. പമേലയുടെ പപ്പയുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു അത്. അദ്ദേഹം മുഖേനയാണ് പമേല സേവ്യറെ ബന്ധപ്പെടുന്നത്. അങ്ങനെ അവൻ്റെ കയ്യിൽ വന്നു പെട്ടതാണ് പച്ചവനത്തിലെ ഈ വീട്. പച്ചവീട് വൃത്തിയാക്കുന്ന പണി പുരോഗമിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം അങ്ങ് ദൂരെ കബനിപ്പുഴയുടെ കരയിൽ കുടിലിൽ താമസിക്കുന്നുണ്ടായിരുന്ന ആ വൃദ്ധ എന്തോ ഉൾവിളി കേട്ട പോലെ തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. കുടിലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പുഴയ്ക്ക് മറുകരയിലുള്ള ഭഗവതി മലയിലേക്ക് നോക്കി. മലയുടെ ഏറ്റവും ഉയരത്തിലുള്ള ക്ഷേത്രത്തിന് മുമ്പിൽ കത്തുന്ന മൺവിളക്കിലെ ദീപങ്ങൾക്ക് അന്ന് പ്രകാശം കൂടുതലായിരുന്നു. ധരിച്ചിരിക്കുന്ന മുണ്ടിനും ബ്ലൗസിനും മീതെ അഴയിൽ കിടക്കുന്ന തോർത്തെടുത്ത് ചുറ്റി അവർ കാട്ടിലേക്ക് നടന്നു, നേരെ പച്ചവനത്തിലേക്ക്. ആ ഭ്രാന്തി വരുന്നുണ്ട്, പച്ചവനത്തിലെ ആളുകൾ അവളെ കണ്ടതും പറഞ്ഞു. എല്ലാവരും അവൾക്ക് വഴിമാറിക്കൊടുത്തു, അല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നറിയാം. അവളുടെ പല്ലുകൾ കൊടുക്കത്തെ മൂർച്ചയാണ്, ഒരു കടി മതി, നല്ല ജീവൻ അങ്ങ് പോകും. കാലുകൾ വേച്ചു വേച്ച് അഴിഞ്ഞുലഞ്ഞ പാതി നരച്ച മുടിയുമായി ആരെയും കൂസാക്കാതെ അവർ നടന്നു. പച്ചവീടിന് മുമ്പിൽ എത്തിയതും അവളുടെ നടത്തത്തിന് വേഗത കൂടി. ധൃതിയിൽ വീടിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് അവൾ അകത്തേക്ക് വന്നു. വീടിനകത്തേക്കുള്ള പടിയിലേക്ക് ചവിട്ടാൻ കാൽ ഉയർത്തിയതും പെട്ടെന്ന് എന്തോ ഓർത്ത് ആ കാല് പിൻവലിച്ചു. അകത്തേക്ക് എത്തി നോക്കി. അപ്പോഴേക്കും അവളെ കണ്ട് സേവ്യർ പുറത്തേക്ക് വന്നിരുന്നു. എന്തു വേണം? കറ പിടിച്ച പല്ലുകൾ കാട്ടി അവനെ നോക്കി ചിരിക്കുന്ന അവളോടായി സേവ്യർ ചോദിച്ചു. അവൾ വരുന്നുണ്ടെന്നറിഞ്ഞു, കാണാൻ വന്നതാ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ? അവൾ വരും വരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അവർ ചോദിച്ചത് കേട്ട് സേവ്യറിന് ദേഷ്യം വന്നു. സാറേ, ആ തള്ളയ്ക്ക് ഭ്രാന്താ. അകത്തുനിന്ന് അവരുടെ ശബ്ദം കേട്ട ജോലിക്കാരിൽ ഒരാൾ ഉറക്ക പറഞ്ഞു. ഡോ, ഇതിനെ പിടിച്ച് പുറത്താക്കിയേ. സേവ്യർ അത് പറയേണ്ട താമസം ഹാൾ തൂത്തുവായിരുന്നുണ്ടായിരുന്ന ജോലിക്കാരി പുറത്തേക്ക് ഓടി വന്ന് അവരെ പിടിച്ചു. അവളെ കൊണ്ട് ഒറ്റയ്ക്കാവില്ലെന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ ജോലിക്കാരൻ സഹായിക്കാനായി വന്നു. അവർ രണ്ടുപേരും കൂടി ആ വൃദ്ധയെ വീടിന് വെളിയിലാക്കി ഗേറ്റ് അകത്തുനിന്ന് പൂട്ടി. ആ പറമ്പിൽ നിന്ന് ഓടിപ്പിക്കാനല്ലേ നിങ്ങൾക്ക് പറ്റൂ? ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും. അവളെ കണ്ടിട്ടേ പോകൂ. നിറവയറുമായി വരട്ടെ അവൾ. നോക്കിക്കോ, ആശിച്ചു കിട്ടിയ വയറ്റിലുള്ള ആ കുഞ്ഞില്ലേ, അതിനെ അവൾ കാണില്ല. ഇത്രയും നാൾ അവൾ കാത്തിരുന്നു. ഇനി രക്ഷയില്ല. നോക്കിക്കോ, അവളെയും അവളുടെ ഉള്ളിലെ ജീവനെയും കൊണ്ടേ അവൾ പോകൂ. അത്രയും പറഞ്ഞ വൃദ്ധ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് തൊട്ടപ്പുറത്തുള്ള ചെമ്പരത്തിക്കാവിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴും എന്തൊക്കെയോ അവർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആരാ അത്? ഗേറ്റ് പൂട്ടി വന്ന ജോലിക്കാരോടായി സേവ്യർ ചോദിച്ചു. അത് അലമേലു. മുമ്പ് ആ സായിപ്പുള്ള സമയത്ത് ഈ വീട്ടിൽ ജോലിക്ക് നിന്നത് അവരാ. ആണോ? അല്ല, അവർക്കെന്താ പറ്റിയത്? സംശയത്തോടെ സേവ്യർ ചോദിച്ചു. അവർക്കൊരു മോളുണ്ടായിരുന്നു, അരുവി. വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടി ഇവിടെ കബനി നദിയിൽ മുങ്ങി മരിച്ചു. ഈ വീട്ടിൽ വന്ന സായിപ്പന്മാർ കൊന്നു താഴ്ത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം ആർക്കറിയാം? എന്തായാലും മോളുടെ മരണശേഷം അവരുടെ സമനില തെറ്റി. പിന്നെ ഇതാണ് അവസ്ഥ. ജോലിക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സേവ്യറിന് പുതിയ അറിവുകളായിരുന്നു. അല്ലെങ്കിലും നാടു ചുറ്റി നടക്കുന്ന അവൻ ഇതൊക്കെ എങ്ങനെ അറിയാൻ? അവൻ ചെമ്പരത്തിക്കാവിലേക്ക് പോകുന്ന അലമേലുവിനെ നോക്കി. പമേല മാഡം ഇവിടേക്ക് വരുന്നത് അറിഞ്ഞത് പോട്ടെ, പക്ഷെ മാഡം ഗർഭിണിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ ഈ ജോലിക്കാരോട് പോലും അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇവർ അതറിഞ്ഞു? സേവ്യർ വളരെയധികം ആശങ്കയോടെ ചിന്തിച്ചു. ഈ സമയം അലമേലു ചെമ്പരത്തിക്കാവിൽ കയറി അരയാൽ മരത്തിന് കീഴെ ഇരിക്കുന്ന പച്ചയമ്മയുടെ കൽപ്രതിമയിൽ കൈകൂപ്പി വണങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവി, ഇത്തവണ അവളെ വെറുതെ വിടരുത്. കാടിൻ്റെ നീതി കാടിൻ്റെ അമ്മ തന്നെ നടപ്പിലാക്കണം. പമേല, എനിക്ക് നിന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ലവണ്ടർ പൂക്കൾ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് അനാഥാലയത്തിൻ്റെ തൊട്ടു പിന്നിലുള്ള പാർക്കിൽ വെച്ച് ലൂക്കാസ് പമേലയോടായി പറഞ്ഞു. അന്ന് ലൂക്കാസിന് പ്രായം 18, പമേലയ്ക്ക് 21. ലൂക്കാസ്, നീ സീരിയസ് ആണോ? പമേല അവൻ നീട്ടിയ പൂക്കൾ വാങ്ങാതെ പുരികം കൂർപ്പിച്ച് ലൂക്കാസിനെ നോക്കി. അല്ലാതെ പിന്നെ? ഐ ആം ഡാം സീരിയസ്. എൻ്റെ 13ാം വയസ്സ് തൊട്ട് കാണുന്നതാ ഞാൻ നിന്നെ. അന്നെല്ലാം എൻ്റെ നല്ല സുഹൃത്ത് മാത്രമായിരുന്നു നീ. പക്ഷേ ഇപ്പോൾ ആ സൗഹൃദത്തിൽ കവിഞ്ഞൊരു ഇഷ്ടം എനിക്ക് നിന്നോട് തോന്നുന്നുണ്ട്. ഐ ലവ് യു പമേല. ലൂക്കാസ് പറഞ്ഞത് കേട്ട് കണ്ണു മിഴിച്ച് നിന്നുപോയി പമേല. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ കെട്ടാനൊന്നും പറയരുത്. അത് കേട്ട് ലൂക്കാസ് ചിരിച്ചു. അത് നീ പേടിക്കേണ്ട പമേല. എനിക്ക് എന്തായാലും ഒന്ന് സെറ്റിൽഡ് ആകാൻ 5 വർഷമെങ്കിലും വേണം.
അത് കേട്ട് പമേല പുഞ്ചിരിയോടെ ലൂക്കാസിന്റെ കയ്യിൽ നിന്ന് ലവണ്ടർ പൂക്കൾ വാങ്ങി. അങ്ങനെയായിരുന്നു അവരുടെ പ്രണയകഥ ആരംഭിക്കുന്നത്. ഇണങ്ങിയും പിണങ്ങിയും വിവാഹത്തിന് മുമ്പുള്ള അവരുടെ 5 വർഷക്കാലം മുന്നോട്ട് പോയി. പമേല, ഞാനൊന്ന് ചോദിക്കട്ടെ? തണുപ്പുള്ളൊരു രാത്രിയിൽ പമേലയുടെ മടിയിൽ കിടന്നുകൊണ്ട് ലൂക്കാസ് ചോദിച്ചു. അന്ന് രാത്രി പതിവ് പോലെ ആരും കാണാതെ ഓർഫനേജിലെ സ്ത്രീകളുടെ ഭാഗത്തെ ഗേറ്റ് കടന്ന് പമേലയെ കാണാൻ വന്നതാണ് ലൂക്കാസ്. അവന്റെ ചോദ്യത്തിന് മറുപടിയായി ചോദിക്കൂ എന്ന ഭാവത്തിൽ പമേല അവനെ നോക്കി. അപ്പോഴും അവളുടെ കൈകൾ അവന്റെ മുടിയിഴകളെ തലോടുകയായിരുന്നു. എനിക്ക് മുമ്പ് നിന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? അവന്റെ ചോദ്യത്തേക്കാൾ ലളിതമായിരുന്നു അവളുടെ ഉത്തരം. നീയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം ലൂക്കാസ്. മുഖം താഴ്ത്തി ലൂക്കാസിന്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി പമേല. അത്രമേൽ ഇഷ്ടത്തോടെ ലൂക്കാസും ആ ചുംബന ലഹരി ആസ്വദിച്ചു. അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രത്തിനുള്ളിലേക്ക് നീണ്ടുപോയി. അപ്പോഴും കണ്ണുകൾ അടച്ച് ലൂക്കാസിനെ ചുംബിക്കുകയായിരുന്നു പമേല. എന്നാൽ പതിയെ മിഴികൾ തുറന്നപ്പോൾ തൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ മാറുന്നതുപോലെ പമേലയ്ക്ക് തോന്നി. ചുവരിലെ യേശുവിൻ്റെ ചിത്രത്തിന് പകരം എണ്ണ ചായത്താൽ വരച്ച സുന്ദരിയുടെ ചിത്രം. ക്ലോക്കിൻ്റെ സ്ഥാനത്ത് കാളയുടെ തലയുടെ ആകൃതിയിലുള്ള മരശില്പം. വീതി കുറഞ്ഞ കട്ടിലിന് പകരം വലിയ മരക്കട്ടിൽ. തവിട്ട് നിറമുള്ള ചുവരുകൾക്ക് മീതെ ഇളം പച്ച നിറം പരക്കുന്നു. വെളുത്ത കർട്ടനുകൾ പാറിക്കളിക്കുന്ന ജനാല. ആ ജനാലയ്ക്കപ്പുറവും അവളെ നോക്കി നിൽക്കുന്ന കറുകറുത്ത അഞ്ജനമെഴുതിയ അവളുടെ മിഴികൾ കണ്ടതും ഞെട്ടലോടെ പമേല കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്തു പറ്റി പമേല? പെട്ടെന്നുണ്ടായ പമേലയുടെ ഭാവമാറ്റം കണ്ട് സംശയത്തോടെ ലൂക്കാസ് ചോദിച്ചു. പക്ഷെ അവൾ അപ്പോഴും ചുറ്റും വീക്ഷിക്കുകയായിരുന്നു. ആ തണുപ്പിലും നെറ്റിയിൽ നിന്ന് വീഴുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ചുകൊണ്ട് താൻ നിൽക്കുന്നത് ഓർഫനേജിലെ ആ മുറിയിൽ തന്നെയാണെന്ന് പമേല ഉറപ്പുവരുത്തി. എല്ലാം തൻ്റെ വെറും തോന്നലാണെന്ന് വിശ്വസിക്കാൻ എന്തുകൊണ്ടോ അവൾക്ക് കഴിഞ്ഞില്ല. പമേല, എന്തു പറ്റി? ലൂക്കാസ് അവളെ തട്ടി വിളിച്ചു. അപ്പോഴും ഞെട്ടൽ വിട്ടു മാറാതെ അവൾ അവനെ നോക്കി നിന്നു. എന്തു പറ്റി? അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഒന്നുമില്ല, ഒരു തലവേദന പോലെ. എനിക്കൊന്ന് മയങ്ങണം. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എങ്കിൽ ശരി, നീ ഉറങ്ങും വരെ ഞാൻ ഇവിടെ ഇരിക്കാം. പമേല കട്ടിലിൽ ലൂക്കാസിന്റെ മടിയിൽ തലവെച്ചു കിടന്നു. ലൂക്കാസ് അവളുടെ തലയ്ക്ക് മസാജ് ചെയ്തു കൊടുത്തുകൊണ്ട് അവളോട് ചേർന്നിരുന്നു. ഇതൊന്നും എൻ്റെ വെറും സങ്കല്പമല്ലെന്ന് എനിക്കറിയാം. ആ വീടും അവളും എന്നെ വിടാതെ പിന്തുടരുകയാണ്. എൻ്റെ മരണം വരെ അതെന്നെ വേട്ടയാടും. എന്നെയും കൊണ്ടേ അത് പോകൂ. ലൂക്കാസിൻ്റെ അരികിൽ കിടക്കുമ്പോഴും പമേലയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവളുടെ ചിന്തകളെല്ലാം ആ വീടിനെയും അതിലേറെ പമേല ഭയപ്പെടുന്ന അവളെയും ചുറ്റിപ്പറ്റി നിന്നു. പള്ളിയിൽ നിന്ന് നേരെ പമേല പോയത് സെമിത്തേരിയിലേക്കാണ്. പോകും മുമ്പ് അവസാനമായി അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ കാണാൻ. ലവണ്ടർ പൂക്കളുമായി അവൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ അവൾ വന്നു നിന്നു. പൂക്കൾ കല്ലറയ്ക്ക് മുകളിൽ വെച്ച് അതിനരികിലായി തല ചായ്ച്ച് അവൾ ഇരുന്നു. ഇപ്പോൾ നീ സത്യം അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം ലൂക്കാസ്. ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, എല്ലാം. അത് പറയുമ്പോൾ പമേലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശബ്ദം ഇടറിയിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അവൾ അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. ദൂരെ നിന്നിതെല്ലാം ഡെല്ല വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പമേലയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും ഇത്രയും കാലം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് കരുതിയവൾ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് ഡെല്ലയ്ക്ക് ഉറപ്പായി. പക്ഷേ എന്തിന് എന്ന ചോദ്യം മാത്രം അവളിൽ ബാക്കിയായിരുന്നു. സമയം വൈകുന്നെന്ന് ബോധ്യമായപ്പോൾ പമേല ലൂക്കാസിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് വേണമെങ്കിൽ നീ വരുത്തിയ കടങ്ങൾ വീട്ടാതെ നിന്നെപ്പോലെ ഒരു ഭീരുവിനെ പോലെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. പക്ഷെ ഞാനത് ചെയ്യില്ല. പുതിയൊരു സ്ഥലത്ത് പഴയ രഹസ്യങ്ങളുമായി ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ. ഒന്നെങ്കിൽ ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അറിയില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും നീ വരുത്തിയ കടങ്ങൾ ഞാൻ വീട്ടും. ഒരു തരത്തിൽ നിന്റെ മരണത്തിന് ഞാനും പങ്കാളിയാണ്. ഡെല്ല പറഞ്ഞതുപോലെ ആ വീടിനെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ നീ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു അല്ലേ? പറയാത്തത് എൻ്റെ തെറ്റാണ്. അതിന് പ്രായശ്ചിത്തമാണിതെന്ന് കരുതിക്കോളൂ. കൂടുതലൊന്നും പറയാതെ പമേല അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ആ സമയം അവളെ തഴുകിപ്പോയ കാറ്റിന് ലൂക്കാസിൻ്റെ ഗന്ധമായിരുന്നെന്ന് വേദനയോടെ പമേല തിരിച്ചറിഞ്ഞു. സങ്കടം സഹിക്കവയ്യാതെ പമേല മുഖം പൊത്തിക്കരഞ്ഞു. അത് കണ്ട് ഡെല്ല അവൾക്ക് അരികിലേക്ക് ഓടി വന്നു. ഡെല്ലയുടെ തോളിൽ ചാഞ്ഞ് പമേല പിന്നെയും കരഞ്ഞു. ഫ്ലൈറ്റിന് സമയമാകാറായതും എല്ലാവരോടും
അവസാനമായി യാത്ര പറഞ്ഞ പമേല ടാക്സിയിൽ കയറി. അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്ക്, കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക്, പച്ച വീട്ടിലേക്ക്. നേരം ഇരുട്ടിയപ്പോഴാണ് അവൾ ജോലി കഴിഞ്ഞ് കൂരയിലേക്ക് മടങ്ങിയെത്തിയത്. പുഞ്ചപാടത്ത് കൊയ്ത്തായിരുന്നു ഇന്ന്. അരിവാൾ ഓലമേഞ്ഞ മേൽക്കൂരയ്ക്കുള്ളിൽ തിരികെ കയറ്റിവെച്ച് അവൾ കുടിലിന് പിന്നാമ്പുറത്തേക്ക് നടന്നു. വീടിന് പുറകിലൂടെ ഒഴുകുന്ന പുഴയിലിറങ്ങി കയ്യും കാലും വൃത്തിയാക്കുന്നതിനിടയിൽ ആരെയോ തിരഞ്ഞെന്ന പോലെ അവൾ മറുകരയിലേക്ക് നോക്കി. അവിടെ കുറച്ച് പയ്യന്മാർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കൂയ്! അവരെ നോക്കി അവൾ ഉറക്കാ കൂവി. അവനിവിടെ ഇല്ല, കാട്ടിൽ തേനെടുക്കാൻ വേലുവിൻ്റെ കൂടെ പോയേക്കുക. മീൻ അകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഈ ചെറുക്കൻ കാട്ടിലേക്ക് പോകരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ ദേഷ്യത്തോടെ കൂരയ്ക്കകത്തേക്ക് നടന്നു. അകത്ത് അടുക്കളയിൽ ചട്ടിയിലിട്ട് വെച്ചിരുന്ന മീനെടുത്ത് പുഴക്കരയിൽ പോയിരുന്ന് നന്നാക്കാൻ തുടങ്ങി. മീൻകറി അടുപ്പത്ത് കിടന്ന് തിളച്ചു. നേരം രാത്രിയായി. കൂരയ്ക്ക് മുമ്പിലെ റാന്തൽ വിളക്കിന് കീഴെ ആരെയോ കാത്തെന്ന പോലെ അവൾ നിന്നു. അവനെ ഇന്നും നോക്കണ്ട ചിരുതേ. വേലുവിൻ്റെ കൂരയിൽ കള്ളുമോന്തി ഇരിപ്പുണ്ട്. മുന്നിലെ വഴിയിലൂടെ പോകുന്നുണ്ടായിരുന്ന കേശുണ്ണിച്ചേട്ടൻ പറഞ്ഞത് കേട്ട് ചിരുതയുടെ ഭാവം മാറി. അടുപ്പിൽ നിന്ന് മീൻകറി എടുത്ത് മാറ്റിവെച്ച് ഒരു തോർത്തെടുത്ത് ബ്ലൗസിന് മീതയിട്ട് മുടി വാരിക്കെട്ടി കുടിൽ പൂട്ടി കയ്യിൽ പന്തവുമായി ചിരുത പുറത്തേക്കിറങ്ങി. വേലുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. പുഞ്ചപ്പാടത്തിനപ്പുറം കാടിനോട് ചേർന്നാണ് വേലുവിൻ്റെ വീട്. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്നുള്ള പാട്ട് കച്ചേരി അവൾക്ക് കേൾക്കാമായിരുന്നു. തേൻ വിറ്റുകിട്ടിയ കാശും കൊണ്ട് കള്ളും മോന്തിയുള്ള സൽക്കാരമാണ് അവിടെ. ഡാ! കള്ളുകൂടെ മോന്തി കുടിച്ചുകൊണ്ട് വേലുവിൻ്റെ വീടിന് മുമ്പിലെ വരാന്തയിലിരിക്കുന്ന അവനെ കണ്ടതും അവൾ ഉറക്കെ അലറി. കുടിച്ച കള്ളിറക്കാൻ പോലും കഴിയാതെ അവൻ അവളെ നോക്കി. നിലത്ത് കിടപ്പുണ്ടായിരുന്ന പട്ടവടി എടുത്ത് അവൾ അവനെ അടിക്കാൻ തുടങ്ങി. അയ്യോ, അടിക്കല്ലേ അമ്മേ, അടിക്കല്ലേ! കള്ളുകൂടം വേലുവിന് കൊടുത്തുകൊണ്ട് അവൻ അവളുടെ അടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് തേനെടുക്കാൻ കാട്ടിലേക്ക് പോകരുതെന്ന്. ആകെയുള്ള മകനാണ്. അവനെ നീ ഇങ്ങനെ ആക്കിയല്ലോ എൻ്റെ പച്ചയമ്മേ. വടി താഴെയിട്ട് അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ചിരുത പറഞ്ഞു. വീടമ്മേ, വെറുതെ നിന്ന് മടുത്തിട്ടല്ലേ ഞാൻ കാട്ടിൽ തേനെടുക്കാൻ പോയത്. ഈ തവണയ്ക്ക് ക്ഷമിക്കുക, ഇനി പോകില്ല. വെറുതെ നിന്ന് മടുത്തിട്ട് ഞാനൊന്നും പറയുന്നില്ല. അവനോട് കൂടുതലൊന്നും പറയാതെ പന്തവുമായി ചിരുത പോകാനൊരുങ്ങി. അതിനു മുമ്പ് വേലുവിനെ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കാനും അവൾ മറന്നില്ല. ചിരുതയ്ക്ക് പിന്നാലെ പാട്ടും പാടി അവനും നടന്നു. വീട്ടിലെത്തിയതും പിച്ചള പാത്രത്തിൽ ചോറും മീൻകറിയും വിളമ്പി ചിരുത അവന് നൽകി. കൊള്ള, നല്ല രുചിയുണ്ട്. ചോറ് ഉരുളയാക്കി മീൻകറിയും കൂട്ടി വായിലേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്ന് ഞാൻ കുഞ്ഞിയമ്മയെ കണ്ടിരുന്നു. അവളുടെ മകൾ കമലുവിനെ ഇപ്പോഴും നിന്നെക്കൊണ്ട് കെട്ടിക്കാൻ സമ്മതമാണെന്ന് അവൾ പറയുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പതിയെ അവനോട് ചിരുത വിവാഹകാര്യം അവതരിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഒറ്റ ശ്വാസത്തിൽ കാര്യം പറഞ്ഞ് അവൻ അവസാനിപ്പിച്ചു. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, എപ്പോഴും വേണ്ട. അവൻ അമ്മയെ തിരുത്തി. അടുത്ത കർക്കടകത്തിൽ നിനക്ക് 35 ഇനിയും വൈകിപ്പിച്ചാൽ എങ്ങനെയാ ശരിയാകുക? ചിരുത പരിഭവം പറഞ്ഞു. ശരിയാകാൻ എന്തിരിക്കുന്നു? ഇപ്പോൾ ജീവിക്കുന്നില്ലേ? അതേപോലെ അങ്ങ് ജീവിക്കും. അവനെല്ലാം നിസ്സാരമായിരുന്നു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാറ്റിനും കാരണം അവളാണ്. പ്രേമം, മണ്ണാങ്കട്ട. അവളെക്കുറിച്ച് ചിരുത പറയാൻ തുടങ്ങിയതും അവൻ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റു. ഹാ, എഴുന്നേറ്റ് പൊക്കോ നീ. അതിനു മുമ്പ് ഇതും കൂടി കേട്ടോ. നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണക്കാരിയായവളില്ലേ, അവൾ വരുന്നുണ്ട്. എന്ത്? ചിരുത പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഇന്ന് പാടത്ത് കൊയ്യാൻ പോയപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടതാ, ആ സായിപ്പിൻ്റെ വീട് വൃത്തിയാക്കുന്നുണ്ടത്രേ. ആ പെണ്ണ് 2 ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തുമെന്നാ വൃത്തിയാക്കാൻ വന്നവർ പറഞ്ഞത്. ചിരുത പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അവൻ പുറത്തേക്കിറങ്ങി. പുഴയോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങിൽ ചാരി നിന്ന് മാനത്ത് നിലാവിൽ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി. അവളുടെ ഓർമ്മ അവനിൽ നിറഞ്ഞു. ആ ചിരി, നോട്ടം, അത്രമേൽ ഇഷ്ടം നിറച്ചുള്ള അവളുടെ വിളി. നീല. നീലൻ. കാട്ടിൽ തേനെടുക്കാൻ പോയി പുലി പിടിച്ച മുത്തുവിൻ്റെ മകൻ. മുത്തു കൊല്ലപ്പെടുമ്പോൾ നീലൻ ജീവിച്ചിരുന്നില്ല. ചിരുതയ്ക്കന്ന് മാസം 7. പുലി കടിച്ചു പറിച്ച് കഴിച്ച മുത്തുവിൻ്റെ ശരീരം പോലും കിട്ടിയില്ല. ആകെ ലഭിച്ചത് രക്തത്തിൽ പൊതിഞ്ഞ അവൻ്റെ ഉടുമുണ്ട് മാത്രം. നീലനെ വളർത്താൻ വേണ്ടി ചിരുത ചെയ്യാത്ത പണികളില്ല. കഷ്ടപ്പെട്ട് വളർത്തിയ മകൻ. എന്നാൽ അവൻ്റെ ജീവിതം അവൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി. എല്ലാറ്റിനും കാരണം അവൻ്റെ ജീവിതത്തിലേക്കുള്ള അവളുടെ കടന്നുവരവായിരുന്നു.
പ്രണയത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരാളോട് തോന്നിയാൽ ജീവൻ പോകും വരെ എന്തൊക്കെ സംഭവിച്ചാലും ആ തോന്നൽ മാറാൻ പ്രയാസമാണ്. ചിലപ്പോൾ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വന്നേക്കാം. എങ്കിലും ഒരാളെ പ്രണയിച്ച പോലെ മറ്റൊരാളെ പ്രണയിക്കാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. അത്രമേൽ സ്നേഹിച്ച ആളോടുള്ള പ്രണയം അതിങ്ങനെ ഹൃദയത്തിനുള്ളിൽ തിങ്ങി ഞെരുങ്ങി പലതവണ മരിച്ചു ജീവിക്കും. നീലനും സംഭവിച്ചത് അതായിരുന്നു. അന്ന് ചെമ്പരത്തിക്കാവിലെ മഞ്ചാടി മരത്തിൽ നിന്ന് മഞ്ചാടി പെറുക്കാൻ വന്നതായിരുന്നു 10 വയസ്സുകാരൻ നീലൻ. കൂട്ടിന് വേലുവും ഉണ്ടായിരുന്നു. മഞ്ചാടി കവലയിൽ കൊണ്ടുകൊടുത്താൽ 5 അണ കിട്ടും. അതിനാണ് മരത്തിൽ കയറിയുള്ള ഈ സാഹസം. വയനാട്ടിലെ കർഷക സമരങ്ങൾ ചൂടുപിടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അത്. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ ഭാരതദേശം മുഴുവൻ മുറവിളി കൂട്ടുന്ന നേരം. ചിരുതയം സമരങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. കൂരയിലാണെങ്കിൽ ഒരു അരിമണി പോലുമില്ല. വിശപ്പിനേക്കാൾ രുചി സ്വാതന്ത്ര്യത്തിനാണത്രേ. അതിനുവേണ്ടി മറ്റെല്ലാവരെയും പോലെ അവളും പോരാടി. ഒരു പിടി അരിയെങ്കിലും വാങ്ങാനായിരുന്നു നീലൻ അന്ന് മഞ്ചാടി പറിക്കാൻ വന്നത്. മതിലിനോട് ചാഞ്ഞു നിൽക്കുന്ന മഞ്ചാടി മരത്തിൽ നിന്ന് പാകമായ മഞ്ചാടികൾ പറിച്ചെടുക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഞെട്ടറ്റ് വീണു കിടക്കുന്ന മഞ്ചാടി മണികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവനേക്കാൾ 2 ഇരട്ടി പൊക്കമുള്ള ആ മതിൽ എങ്ങനെ ചാടിക്കിടക്കുമെന്ന് മാത്രം അവന് പിടികിട്ടിയില്ല. ചെമ്പരത്തിക്കാവിൽ നിന്ന് പുറത്തേക്കിറങ്ങി നീലൻ വീട് ലക്ഷ്യമാക്കി നടന്നു. അതിനിടയിൽ ഇതുവരെ പറിച്ച മഞ്ചാടി വേലുവിൻ്റെ കയ്യിൽ കൊടുക്കാനും മറന്നില്ല. ഗേറ്റിനോട് ചുറ്റിപ്പറ്റി അവൻ നിന്നു. ആരും പരിസരത്തില്ലെന്ന് ഉറപ്പായതും അവൻ പറമ്പിലേക്ക് ഓടിക്കയറി. തെക്ക് ഭാഗത്തായുള്ള മതിലിനോട് ചേർന്ന് കിടക്കുന്ന മഞ്ചാടിയെല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി. ആരവിടെ? പെട്ടെന്നുള്ള ആ പെൺശബ്ദം കേട്ടതും നീലന്റെ കയ്യിൽ നിന്ന് മഞ്ചാടികളെല്ലാം നിലത്തേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. അവൻ മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന ഏകദേശം അവൻ്റെ പ്രായമുള്ള ആ 2 പെൺകുട്ടികളെ കണ്ടു. അത് പമേലയും അരുവിയുമായിരുന്നു. ആരാ? പമേല ചോദ്യം ആവർത്തിച്ചു. ചോദിച്ചത് കേട്ടില്ലേ? ആരാ? പമേലയുടെ ചോദ്യത്തിന് നീലന്റെ മറുപടി കിട്ടാഞ്ഞപ്പോൾ അരുവി അവൻ്റെ തൊട്ടരികിലേക്ക് വന്ന് 2 കൈയും തൻ്റെ ഇടുപ്പിൻ്റെ ഇരുവശങ്ങളിലേക്കും വെച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അല്ലെങ്കിലും പണ്ടേ സാമർഥ്യക്കാരിയാണ് അവൾ. ഞാൻ നീലൻ. ദേ ഈ മഞ്ചാടി പെറുക്കാൻ വന്നതാ. നിലത്ത് കിടക്കുന്ന മഞ്ചാടി മണികൾ ചൂണ്ടി വിക്കി അവൻ പറഞ്ഞു. മഞ്ചാടിയോ? എന്തിനാ മഞ്ചാടി? കളിക്കാനാണോ? പമേലയാണ് ചോദിച്ചത്. അല്ല, ഇത് വിറ്റാൽ പൈസ കിട്ടും, അതുകൊണ്ട് അരി വാങ്ങാനാ. നീലന്റെ സ്വരം ദയനീയമായിരുന്നു. നിന്റെ അമ്മ സമരം നടത്തുന്നവരുടെ കൂട്ടത്തിലില്ലേ? നിന്നെ കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുക, എവിടെയോ കണ്ടു പരിചയം. സായിപ്പിനെതിരെ സമരവും ചെയ്യും. അവരുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെ വയറ് നിറയ്ക്കാൻ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അരുവി അവനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ട് നീലൻ സങ്കടത്താൽ തല താഴ്ത്തി. കയ്യിലുണ്ടായിരുന്ന കുറച്ച് മഞ്ചാടി കുരുകൾ കൂടി നിലത്തിട്ട് അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. നിൽക്ക്, ഒരു നിമിഷം. പുറത്തേക്ക് പോകാനൊരുങ്ങി അവനെ പമേല തടഞ്ഞു. അവനോട് അവിടെ നിൽക്കാൻ കൽപ്പിച്ച് അവൾ ധൃതിയിൽ വീടിനകത്തേക്കോടി. അവൾ മടങ്ങി വരും വരെ അരുവി കണ്ണു തുറപ്പിച്ച് നീലനെ നോക്കുകയായിരുന്നു. പോയതിലും വേഗത്തിൽ പമേല ഒരു പൊതിയുമായി മടങ്ങി വന്നു. കുറച്ച് അരിയാണ്. ഇനിയും വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ആരും കാണാതെ ഞാൻ തന്നോളാം. പമേല ആ പൊതി അവന് നേരെ നീട്ടി. ക്ഷമിക്കണം, പട്ടിണി കിടന്നാലും സായപ്പിൻ്റെ വീട്ടിലെ ഭക്ഷണം ഞങ്ങൾ കഴിക്കില്ല. കഴിച്ചാലും ദഹിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ മഞ്ചാടിക്കുരു. ചെമ്പരത്തിക്കാവിലെ പച്ചയമ്മയുടെ പറമ്പിലെ മഞ്ചാടി മരത്തിൽ സായപ്പിന് എന്തവകാശം? അവസാന ചോദ്യം അരുവിയെ നോക്കിയാണ് നീലൻ ചോദിച്ചത്. അവൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അയ്യോ പോകല്ലേ! പമേല പിന്നെയും നീലനെ തടഞ്ഞു. പൊതി അരുവിക്ക് നൽകി. അവൾ നീലൻ നിലത്തേക്കിട്ട മഞ്ചാടികളെല്ലാം ധൃതിയിൽ വാരിപ്പെറുക്കി. എന്നിട്ട് അവ അവന് നേരെ നീട്ടി. ഇത് വാങ്ങുന്നതിൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. അവളുടെ കയ്യിൽ നിന്ന് അവൻ ഒരു പുഞ്ചിരിയോടെ ആ മഞ്ചാടി കുരുകൾ വാങ്ങി. അതിനിടയിലും കയ്യിൽ പൊതിയുമായി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അരുവിയെ നോക്കാനും നീലൻ മറന്നില്ല. എന്താ കുട്ടിയുടെ പേര്? അവിടെ നിന്ന് പോകും മുമ്പ് നീലൻ പമേലയോടായി ചോദിച്ചു. പമേല. നല്ല പേര്. നിന്റെ പേരെന്താ എന്ന ഭാവത്തിൽ നീലൻ അരുവിയെ നോക്കി. അവൻ്റെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടും പറയാൻ മനസ്സില്ല എന്ന ഭാവത്തിൽ അരുവി അവനിൽ നിന്ന് മുഖം തിരിച്ചു. അതോടെ പമേലയോട് മാത്രം യാത്ര പറഞ്ഞ് അരുവിയെ ഒന്ന് നോക്കി നീലൻ മഞ്ചാടിക്കുരുകളുമായി പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നതും നോക്കി പമേല അവിടെ നിന്നു. ഒപ്പം ദേഷ്യം വിട്ടുമാറാതെ അരുവിയും. ലണ്ടനിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഉച്ചയോടെ കേരളത്തിലെത്തി. എയർപോർട്ടിൽ പമേലയെ കാത്ത് സേവ്യർ കാറുമായി നിൽപ്പുണ്ടായിരുന്നു. ഹായ് പമേല മാഡം, ഞാൻ സേവ്യർ.
ഫോണിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള അവരുടെ പരിചയം അവർ നേരിൽ കണ്ടതും ഒന്നും പുതുക്കി. പമേലയുടെ കയ്യിൽ നിന്ന് ലഗേജ് വാങ്ങി കാറിന്റെ പിന്നിലെ ഡിക്കിയിലേക്ക് സേവ്യർ വെച്ചു. ശേഷം കാറിൽ കയറി അവർ വയനാട്ടിലേക്ക് തിരിച്ചു. സേവ്യർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത്. മുന്നോട്ട് പോകുന്നതിനിടയിൽ സേവ്യർ പമേലയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ള കാഴ്ചകൾ വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. ആദ്യമായി പച്ചവനത്തിലേക്ക് പോയ ദിവസമാണ് അപ്പോൾ അവളുടെ ഓർമ്മയിൽ നിറഞ്ഞത്. 16 വർഷങ്ങളിൽ എത്ര പെട്ടെന്നാണ് പോയത്. മാഡം, പണ്ട് മാഡത്തിന്റെ പപ്പ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒത്തിരി പേരെ ആ വീട്ടിൽ വെച്ച് കൊന്നിട്ടുണ്ടെന്ന് കേട്ടു. ശരിയാണോ? സേവ്യറിന്റെ ചോദ്യം കേട്ട് പമേല ഞെട്ടലോടെ അവനെ നോക്കി. അല്ല, അവിടുത്തെ ആളുകൾ പറഞ്ഞതാണ്. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് കള്ളമായിരിക്കുമല്ലേ? ചോദിച്ചു കഴിഞ്ഞ ശേഷം സേവ്യർക്ക് അത് ചോദിക്കേണ്ടായിരുന്നെന്ന് തോന്നി. കള്ളമൊന്നുമല്ല, സത്യമാണ്. പക്ഷെ കൊന്നത് പപ്പയല്ല, ഞാനാണ്. അതും വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച്. പറഞ്ഞത് പൂർത്തിയാക്കാതെ തൻ്റെ നിറവയറിൽ തലോടിക്കൊണ്ട് പമേല പുറത്തേക്ക് നോക്കി. കാർ അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെയർ പിൻ വളവിലെ റോഡിനോട് ചേർന്നുള്ള മരക്കൊമ്പിലിരിക്കുന്ന 2 കുരങ്ങന്മാരെ അവൾ കണ്ടു. അവൾ കണ്ണിമ വെട്ടാതെ അവയെ നോക്കി. തൻ്റെ ഇണയുടെ തല നോക്കിക്കൊടുക്കുന്ന ആൺകുരങ്ങിനെ കണ്ടതും പെട്ടെന്ന് അവൾക്ക് ആരെയോ ഓർമ്മ വന്നു. അവിടെ എല്ലാം മാറിക്കാണുമോ? 16 വർഷങ്ങൾ എന്തൊക്കെ സംഭവിച്ചിരിക്കാം? അവൾ വെറുതെ ചിന്തിച്ചു. എന്നാൽ സേവ്യർ അപ്പോഴും കുറച്ചു മുമ്പ് പമേല പറഞ്ഞ ആ ശ്വാസം മുട്ടിച്ച കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മാഡം തമാശ പറഞ്ഞതാണല്ലേ? ചിരിയോടെ സേവ്യർ ചോദിച്ചു. അതിന് മറുപടിയായി പമേലയും ചിരിച്ചു. അപ്പോഴാണ് യാഥാർത്ഥ്യത്തിൽ സേവ്യറുടെ ശ്വാസം നേരെ വീണത്. പമേല വീണ്ടും പുറത്തേക്ക് കണ്ണോടിച്ചു. ചുരം കയറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാട്ടിലൂടെയാണ് കാർ പോകുന്നത്. പെട്ടെന്നൊരു പൂച്ചയുടെ കരച്ചിൽ കേട്ടാണ് പമേല തൻ്റെ മടിയിലേക്ക് നോക്കിയത്. തൻ്റെ മടിയിലിരിക്കുന്ന ക്യൂട്ടിയെ കണ്ടതും അവളൊന്നും ഞെട്ടി. ഞെട്ടൽ മാറിയതും അവൾ അതിനെ സ്നേഹത്തോടെ പൊക്കിയെടുത്തു. അത് നീയല്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിനക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഞാൻ അപ്പോഴേ മമ്മയോട് പറഞ്ഞതാ. അവൾ ക്യൂട്ടിയെ ലാളിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് വെളുത്ത കോണ്ടസയുടെ സ്ഥാനത്ത് കറുത്ത ഷെവർലെ കാറിലാണ് താനിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത്. പപ്പയുടെ കാർ. പെട്ടെന്ന് അവൾ മുന്നിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന പപ്പ, തൊട്ടടുത്ത കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മമ്മ. പപ്പ, മമ്മ. കണ്ണുകൾ നിറച്ചുകൊണ്ട് ഇടറിയ ശബ്ദത്തിൽ പമേല അവരെ വിളിച്ചു. കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവർ മുന്നോട്ട് മാത്രം നോക്കിയിരുന്നു. പമേല വീണ്ടും വിളിച്ചു. ആ സമയം പെട്ടെന്ന് അവളുടെ തോളിൽ ഒരു തണുത്ത സ്പർശനമുണ്ടായി. ഒപ്പം പരിചയമുള്ള ആ വിളിയും. പമേല. ഞെട്ടലോടെ തൻ്റെ തൊട്ടരികിലേക്ക് നോക്കിയ പമേല അവൾക്കരികിലിരിക്കുന്ന 10 വയസ്സുകാരി അരുവിയെ കണ്ടു. ആദ്യമായി അവളെ കണ്ടപ്പോൾ ധരിച്ച കരിമ്പനടിച്ച വെളുത്ത പെറ്റിക്കോട്ടായിരുന്നു അവളുടെ വേഷം. അവളുടെ അപ്പുറത്ത് അലമേലവും ഇരിപ്പുണ്ട്. അവർ ഇരുവരും പമേലയെ നോക്കി ചിരിച്ചു. പമേലയാകട്ടെ സത്യവും മിഥ്യയും വേർതിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ. കൂയ്. അരുവി അങ്ങനെയാണ് ക്യൂട്ടിയെ വിളിക്കാറുള്ളത്. അവളുടെ ആ വിളി കേട്ടതും പമേലയുടെ മടിയിൽ നിന്ന് ക്യൂട്ടി അരുവിയുടെ ദേഹത്തേക്ക് ചാടി. അരുവിയും ക്യൂട്ടിയെ കയ്യിലെടുത്ത് ലാളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അരുവിയുടെ മുഖഭാവം മാറി. ക്യൂട്ടിയുടെ കഴുത്തിൽ പിടിച്ച് ഞെരുക്കിക്കൊണ്ട് ഒരു വികൃതമായ ചിരിയോടെ അവൾ പമേലയെ നോക്കി. കഴുത്തിലെ പിടി മുറുകി. പമേല ശില കണക്കെ ഇരുന്ന് അരുവിയെ നോക്കി. ശബ്ദം പോലും പുറത്തെടുക്കാൻ കഴിയാതെ ക്യൂട്ടി അരുവിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. അപ്പോഴും മുന്നോട്ട് മാത്രം നോക്കി വണ്ടിയിലിരിക്കുകയാണ് പമേലയുടെ പപ്പയും അമ്മയും. പെട്ടെന്ന് അരുവി ക്യൂട്ടിയുടെ കഴുത്തിലെ പിടിയൊന്ന് അയച്ചു. ആ സമയം അലമേലു അരുവിക്കൊരു കത്തി നൽകി. അവൾ ആ കത്തി കൊണ്ട് ഒരു നിമിഷം പോലും വൈകിക്കാതെ ക്യൂട്ടിയുടെ ദേഹം നെടുകയും വിലങ്ങനെയും മുറിച്ചു. രക്തം പമേലയുടെ അരുവിയുടെ മുഖത്ത് തെറിച്ചു. ആ സമയം അരുവിയുടെ മുഖത്തിൻ്റെ നിറം പച്ചയായി. പച്ചയമ്മയുടെ ഉത്സവത്തിന് കെട്ടിയാടുന്ന വെള്ളാട്ടുകോലത്തിൻ്റെ മുഖത്തെ ചായത്തിൻ്റെ നിറം. പച്ച മുഖത്തെ ചുവന്ന രക്തം കണ്ടതും പമേല അലറിക്കരഞ്ഞു. പമേലയുടെ അലർച്ച കേട്ടതും സേവ്യർ സഡൻ ബ്രേക്കിട്ട് കാർ നിർത്തി. എന്തു പറ്റി മാഡം? പമേല ഒന്നും പറയാതെ കാറിൽ നിന്ന് ചാടിയിറങ്ങി. കാറിൻ്റെ പുറകിലെ ഡിക്കി തുറന്ന ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് മുഖത്തൊഴിച്ചു. മുഖത്ത് രക്തമുണ്ടെന്ന ചിന്തയിൽ കഴുകാൻ തുടങ്ങി. മാഡം, എന്താ പറ്റിയത്? സേവ്യർ കാറിൽ നിന്നിറങ്ങി പമേലയ്ക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. അവൾ ക്യൂട്ടി. പമേലയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടാതായി. അവൾ തിരിഞ്ഞ് കാറിനെ നോക്കി. പപ്പയുടെ കാറിന് പകരം വെളുത്ത കോണ്ടസ കണ്ടതും അവൾ അങ്ങ് വല്ലാതെയായി. ധൃതിയിൽ വിൻഡോയിലൂടെ പിന്നിലെ സീറ്റിലേക്ക് തലയിട്ട് നോക്കി അവൾ അവിടം ശൂന്യമാണെന്ന് കണ്ടതും നെറ്റിയിൽ കൈവച്ച് കാറിൽ ചാരി നിന്നു. മാഡം, ഒരു മിനിറ്റ് സേവ്യർ. സേവ്യർ എന്തെങ്കിലും ചോദിക്കും മുമ്പ് പമേല പറഞ്ഞു.
കണ്ണുകൾ അടച്ച് അവൾ ഒരു നിമിഷം അവിടെ നിന്നു. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുമ്പോഴും കുറച്ചു മുമ്പ് മുഖത്ത് തെറിച്ച ക്യൂട്ടിയുടെ രക്തത്തുള്ളികൾ കഴുകിക്കളഞ്ഞത് കയ്യിൽ അല്പം പറ്റിപ്പിടിച്ചിരിക്കുന്നത് നിസ്സാരമെന്ന് കരുതാൻ അവൾക്കായില്ല. ആ രക്തം തൻ്റെ ഉടുപ്പിൽ തുടച്ച ശേഷം കാറിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് പമേല മുന്നിലെ വഴിയരികിൽ കാടിനോട് ചേർന്ന് പച്ചവനം എന്ന് കന്നഡയിലും മലയാളത്തിലും എഴുതിയ ബോർഡ് കാണുന്നത്. അതിനടിയിലെ വാചകങ്ങൾ കൂടി വായിച്ചതും കാറിൻ്റെ ഡിക്കി തുറക്കാൻ പോലും കഴിയാതെ ആകെ മൊത്തം മരവിച്ച അവസ്ഥയിൽ പമേല അവിടെ നിന്നു. പച്ചവനം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.